ഹായ് ഓൾ. എല്ലാവരും പൊതുവെ ഇന്റർവ്യൂസിന് പോകുമ്പോഴത്തേക്കും ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു 7 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യെസ്, ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 1, നോട്ട് വെയറിംഗ് പ്രൊഫഷണൽ അറ്റയേഴ്സ് വൈൽ യു ഗോ ഫോർ ഇന്റർവ്യൂസ്. അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമ്മൾ വെൽ ഗ്രൂംഡ് ആയിട്ട് വേണം ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർമൽസ് എൻ്റെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ലൈറ്റ് ആയിട്ടുള്ള കളേർഡ് ഷർട്ട്സ്, അതേപോലെ തന്നെ പാൻറ്, ഫോർമൽ പാൻസ്, അതേപോലെ ഫോർമൽ ഷൂസ് ഒക്കെ ഇട്ട് വെൽ ഗ്രൂംഡ് ആയിട്ട് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഓൺലൈൻ മീറ്റിംഗ്, നിങ്ങൾ വീട്ടിലിട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ മീറ്റിംഗിൽ ഇരിക്കാതെ നല്ലൊരു ഷർട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഹെയർ ഒക്കെ കോംബ് ചെയ്ത് നീറ്റായിട്ടൊക്കെ ഇന്റർവ്യൂവിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ ബാക്ക് പാക്ക് യൂസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് ഏരിയാസ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും, ബാക്ക് വീലൊക്കെ അടിച്ച് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡായിട്ട് കാണുന്നുണ്ടാവും. ഇൻ കേസ് ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തേണ്ട ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അഡീഷണൽ ഡ്രസ്സ് ഓൾസോ പെർഫ്യൂം ഒക്കെ കരുതുക. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി പ്രോപ്പറായിട്ട് ഫ്രഷ് ലുക്കായിട്ട് തന്നെ ഇന്റർവ്യൂവിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ദിസ് ഈസ് വൺ മേജർ മിസ്റ്റേക്ക് ഓൾ ദ കാൻഡിഡേറ്റ്സ് ഡു വെൽ അറ്റൻഡിങ് ഇന്റർവ്യൂസ്. നെക്സ്റ്റ് മേജർ മിസ്റ്റേക്ക് ഇസ് അറൈവിങ് ലേറ്റ് ഫോർ ഇന്റർവ്യൂസ്. നമുക്കൊരു സമയം തന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 10 മണിക്കാണ് മീറ്റിംഗ് സ്കെഡ്യൂൾഡ് ആയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റീച്ച് ദെയർ അറ്റ് 9:30. പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ വിട്ടു പോകുന്നുണ്ടാവും. 10 മണിക്ക് മീറ്റിംഗ് ആണെങ്കിൽ 9:30 ആയിരിക്കും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത്. സോ ഡോണ്ട് ഡു ദിസ് അഗെയിൻ, ബി പങ്ക്ച്വൽ. ആൻഡ് നമ്പർ 3, നോട്ട് ഡൂയിങ് എ റിസർച്ച് അബൌട്ട് ദ കമ്പനി. നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ആ കമ്പനി എന്താ ചെയ്യണേ, അവരുടെ വിഷൻ എന്താണ്, ഇപ്പോഴുള്ള അവരുടെ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. യു ക്യാൻ ചെക്ക് ഓൺ ദിയർ വെബ്സൈറ്റ് ഓർ ദിയർ social media to know more about their vision and plan, and also have a clear understanding about the job responsibilities that they are looking into that vacancy. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അടുത്തൊരു മേജർ പ്രോബ്ലം ഇസ് ബാഡ് കമ്മ്യൂണിക്കേഷൻ. You know, all the companies, even companies in Kerala, conduct their interviews in English. So this is something that you have to catch up with. And English fluency മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടു ദ പോയിന്റ് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു ആൻസർ കൃത്യമായിട്ട് ഇന്ന സമയത്തിനുള്ളിൽ അവരെ ലാഗ് അടിപ്പിക്കാതെ കൃത്യമായിട്ട് സംസാരിച്ച് അത് അവർക്ക് കൺവേ ആവും വേണം, അവർക്ക് മനസ്സിലാവും വേണം. എന്നാൽ മാത്രമേ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും വാരി വലിച്ച് പറഞ്ഞ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. So you guys have to start working on your communication, your English language, as well as how to present answers. Anybody can master English. The only thing is that നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം വേണം, അത് പഠിക്കാൻ ഉള്ളൊരു മൈൻഡ് വേണം, ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടണം. അങ്ങനെ ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി AI ടൂളുകളുണ്ട്, അതല്ലാതെ ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്താൽ മാത്രം മതി യു ക്യാൻ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ബിക്കോസ് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് അലോൺ ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു ദ ഇന്റർവ്യൂ. ആ HR കോളിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യണം, ഇന്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യിപ്പിക്കണം, ഇന്റർവ്യൂവിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ പറഞ്ഞവരെ കൺവിൻസും ചെയ്യിപ്പിക്കണം. നെക്സ്റ്റ് മേജർ മിസ്റ്റേക്ക് ഇസ് നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ദ കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഈ HR റൗണ്ടിൽ HRs ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ബിഹൈൻഡിൽ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. ദേ ആർ ട്രൈങ് ടു ഗെറ്റ് സംതിങ് അബൌട്ട് ദി കാൻഡിഡേറ്റ്. സോ യു ഷുഡ് നോ വാട്ട് യു ഷുഡ് ടോക്ക് or what you shouldn't mention inside the review meeting. So ആ കാര്യത്തിന് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു കാര്യം, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഓൺലൈനിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് കാണാം, അതിൻ്റെ ഉത്തരങ്ങളും കാണാം. അത് തന്നെ കോപ്പി അടിച്ചിട്ട് പോയിട്ട് പറയാതെ വാട്ട് യു ഗൈസ് ഹാവ് ടു ഡു ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കുക, എങ്ങനെ അവർ ആൻസേഴ്സ് പറയുന്നുള്ളത് സ്ട്രക്ചർ നോക്കുക, എന്നിട്ട് യു ഹാവ് ടു പ്രിപ്പയർ യുവർ ജെന്യുവൻ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഡു നോട്ട് ഗോ ഫോർ ദ സിമിലർ സ്ക്രിപ്റ്റ് വിച്ച് ഇസ് അവൈലബിൾ ഓൺലൈൻ. ബിക്കോസ് HRs ഇത് കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അവർക്ക് സ്ക്രിപ്റ്റഡ് ആൻസേഴ്സ് ആണോ ജെന്യുവൻ ആൻസേഴ്സ് ആണോ എന്നുള്ളത് വേഗം മനസ്സിലാവും. സോ എൻഷുർ എവറി ക്വസ്റ്റ്യൻസ് യു ഷുഡ് ഗിവ് ഇറ്റ് ലൈക്ക് എ ജെന്യുവൻ ആൻസർ. നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന ജെന്യുവൻ ആൻസർ ആയിട്ട് വേണം എല്ലാ ക്വസ്റ്റ്യനും പറയാനായിട്ട്. പക്ഷെ ഇതുപോലെ പ്രിപ്പയർഡ് ആയിട്ട് ഇന്റർവ്യൂസിൽ കയറിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. ആൻഡ് ദ ഫൈനൽ മിസ്റ്റേക്ക് ഇസ് ഫോർ ദ ക്വസ്റ്റ്യൻ വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. കുറച്ചും കൂടെ നല്ലൊരു ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാം എന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, സ്ട്രെങ്ത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നിങ്ങൾക്കുള്ള നല്ല സ്കിൽസ് അതിനകത്തുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് അത് വെറുതെ പറഞ്ഞു പോവാതെ ബാക്ക് ഇറ്റ് അപ്പ് വിത്ത് ആൻ എവിഡൻസ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലീഡർഷിപ്പ് സ്കില്ലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് കൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഇത് പലപ്പോഴും ആൾക്കാർ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. മേ ബി ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, സ്ട്രെസ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫിലുണ്ട്, നിങ്ങളുടെ നല്ല സ്കില്ലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈഫിൽ പ്രാക്ടിക്കലി ചെയ്ത കുറച്ച് എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ട് വേണം ഈ ആൻസർ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടോക്കിംഗ് അബൌട്ട് യുവർ വീക്ക്നെസ്. പലപ്പോഴും വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെയും നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചായിരിക്കും. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്, എനിക്ക് വീക്ക്നെസ് ഒന്നുമില്ല. ഇവിടെയും HRs ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഹോണസ്റ്റി, നിങ്ങളുടെ ജെന്യൂൻ ആൻസർ ഒക്കെയാണ്. എവറിബഡി ഹാസ് വീക്ക്നെസ്. അപ്പം നിങ്ങൾക്കുള്ള വീക്ക്നെസ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അത് നിങ്ങളുടെ ജോബിനെ എഫക്ട് ചെയ്യാത്ത വീക്ക്നെസ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ അത് വെറുതെ പറഞ്ഞു പോകാതെ റൈറ്റ് നൗ വാട്ട് ആർ യു ഡൂയിങ് ടു ഇംപ്രൂവ് യുവർ വീക്ക്നെസ്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ എന്തൊക്കെയാണ് എന്നും കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം ആ ആൻസർ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി. സോ ദീസ് ആർ ദി 7 മേജർ മിസ്റ്റേക്സ് മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഡു വൈൽ interviews. So I hope you guys enjoyed the video and I believe it was informative as well. So till next video, bye.